ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച, പോലീസ് രാജിനെതിരെ പ്രതികരിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വാഴ്ത്തിപ്പാടുകയാണ് സാർ ചെയ്തത്. കേരള നിയമസഭ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഈ അത്യുഗ്രൻ പ്രസംഗത്തിനാണ്. ആലപ്പുഴ MLA ആയ യൂത്ത് കോൺഗ്രസ് നേതാവ് AD തോമസിൻ്റെതായിരുന്നു ആ തീപ്പൊരി പ്രസംഗം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ മുന്നിലിരുത്തി നിർത്തിപ്പൊരിക്കുന്നതായിരുന്നു AD തോമസിന്റെ പ്രസംഗം. കഴിഞ്ഞ ദിവസം ജലപീരങ്കിയിലെ വെള്ളം കുപ്പിയിലാക്കി നിയമസഭയിലെത്തി ഘോരം പ്രസംഗിച്ച പിണറായി വിജയനെതിരെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് പരാമർശിച്ചുകൊണ്ടായിരുന്നു തോമസിന്റെ രൂക്ഷ വിമർശനം. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം സഹജീവികളോട് കരുതലും സ്നേഹവും പിണറായി വിജയന്റെ മനസ്സിലുണ്ടായതിൽ സന്തോഷമുണ്ട് എന്നും അതിനെ ഇരു കയ്യും നീട്ടി സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് എന്നുമായിരുന്നു തോമസിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. 10 കൊല്ലം കേരളത്തിലെ ചെറുപ്പക്കാരുടെ തല തല്ലിപ്പൊളിച്ച സർക്കാരിന് നേതൃത്വം നൽകിയ ആളാണ് ഇപ്പോൾ നിയമസഭയിൽ വന്നിരുന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ മലിനജലം വീണേ എന്ന് നിലവിളിക്കുന്നത് എന്ന് തോമസ് പരിഹസിച്ചു. നിങ്ങൾ എന്നെ MLA ആക്കിയെന്നും പിണറായി വിജയനെ ഉദ്ദേശിച്ച് തോമസ് പറഞ്ഞിട്ടുണ്ട്. കാരണം AD തോമസിന്റെ വിജയത്തിന് പിന്നിൽ ഒരു ഘടകമായി പ്രവർത്തിച്ചത് രക്ഷാപ്രവർത്തനം എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ച ആലപ്പുഴയിൽ നടന്ന ലാത്തിച്ചാർജും മർദ്ദനവുമായിരുന്നു. ഇന്നും കോടതിയിലുള്ള ആ കേസിൽ തലക്കടിയേറ്റത് ഒന്ന് AD തോമസിനും മറ്റൊന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യക്കോസിനുമായിരുന്നു. തിങ്കളാഴ്ച ഇവിടെ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളവും മലിനജലവുമായി കടന്നു വന്നിട്ട് ഞങ്ങളുടെ AISFന്റെ AIYFന്റെ പ്രവർത്തകരെ പോലീസ് ഈ വെള്ളമുള്ള ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ആശങ്കപ്പെടുന്നത് കണ്ടു. ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിക്കുന്നുവെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. തങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചപ്പോൾ ഒരു പിതാവിന്റെ ഒരു കരുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണർന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമുണ്ടായി. ദീർഘമായ 10 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ സഹജമായ ആ വികാരങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടായത്. അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം 10 വർഷക്കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തണമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 1977 മാർച്ച് 30 നടന്ന ഒരു സംഭവം, ഒരു പ്രസംഗം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഞാൻ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. അന്ന് കേവലം 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായ നിയമസഭാംഗം ഭരണകൂട ഭീകരതയ്ക്കെതിരെ, പോലീസ് ഭീകരതയ്ക്കെതിരെ എന്നോണം രക്തം പുരണ്ട വസ്ത്രമുയർത്തി പിടിച്ച് പ്രസംഗിച്ച ഒരു ചരിത്രം കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ആ ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. പിന്നീട് ആ ചെറുപ്പക്കാരൻ കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി മാറി. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച, പോലീസ് രാജിനെതിരെ പ്രതികരിച്ച ആ ചെറുപ്പക്കാരൻ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കാലത്താണ് കേരളത്തിൽ ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, ജനാധിപത്യപരമായി മൗലിക അവകാശം ഉപയോഗിച്ച് സമരം ചെയ്തതിന്റെ പേരിൽ എത്രയോ ചെറുപ്പക്കാരുടെ തലയാണ് സാർ തല്ലി തകർത്തത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വാഴ്ത്തിപ്പാടുകയാണ് സാർ ചെയ്തത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ ഇത്തിരി പോന്ന ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തി കാണിച്ച് പ്രതിഷേധം എന്ന മുദ്രാവാക്യം വിളിച്ചതിന് എന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാണ് സാർ തല്ലിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ഞങ്ങളുടെ തല്ലി പൊളിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് രക്ഷാപ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഇവിടെ നിന്ന് എന്നെ പോലൊരു സാധാരണക്കാരന് സംസാരിക്കുവാൻ അവസരമൊരുക്കിയതിന് ഒരു കാരണം ആ രക്ഷാപ്രവർത്തനമാണ് സർ. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ, യൂത്ത് ലീഗിന്റെ, MSFന്റെ, RYFന്റെ ചെറുപ്പക്കാരുടെ തലതല്ലി പൊളിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമരം ചെയ്ത, ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ച, മൗലികമായ അവകാശം വിനിയോഗിച്ച ചെറുപ്പക്കാരുടെ തലതല്ലി തകർത്തിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മലിനജലം ഉപയോഗിച്ച് ആക്രമിച്ചു പോലും. ഇതൊക്കെ ആരോടാണ് സാർ പറയുന്നത്? ഇതൊക്കെ ആരെയാണ് സാർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ, അങ്ങയുടെ കാലത്ത് ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ എല്ലാം ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുകയാണ് സാർ. 1977 അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് മർദ്ദനമേറ്റ ശേഷം രക്തം പുരണ്ട കുപ്പായവുമായി നിയമസഭയിലെത്തി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇന്നും നിയമസഭാ രേഖകളിൽ തിളങ്ങി നിൽക്കുന്ന 1977 മാർച്ച് 30 ആ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് AD തോമസ് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു തുടങ്ങിയത്. അന്ന് കേവലം 28 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനായ MLAയുടെ പ്രസംഗത്തിന്റെ കഥ ചരിത്രരേഖകളിൽ നിന്ന് മാത്രമാണ് അന്ന് ജനിച്ചിട്ട് പോലുമില്ലാത്ത താൻ കേട്ടു പഠിച്ചത് എന്ന് തോമസ് പറയുന്നു. പിന്നീട് കാലമേറെ പിന്നിട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായി, പിന്നെയും കാലമേറെ കടന്നപ്പോൾ 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി എന്ന് AD തോമസ് സഭയെ ഓർമ്മിപ്പിച്ചു. അന്ന് 1977 ചോര പുരണ്ട കുപ്പായുമായി ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രസംഗിച്ച അതേ ആൾ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഏറ്റവും അധികം പോലീസ് മർദ്ദനങ്ങളും പോലീസ് ഭീകരതയും കേരളത്തിൽ നടമാടിയത് എന്ന് AD തോമസ് പറയുന്നു. അതിലൊരു ഇരയാണ് താനും. പക്ഷേ അതുകൊണ്ടുകൂടിയാണ് താൻ ഇന്ന് ഈ നിയമനിർമ്മാണ സഭയിൽ ഇരിക്കുന്നത് എന്നുകൂടി തോമസ് തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിനാണ് AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ചത്. തോമസിനും അജയ്ക്കും തലയ്ക്കടിയേറ്റിരുന്നു. ഇതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് AD തോമസിനെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസിന്റെ അതിപ്രധാനമായ രാഷ്ട്രീയ തന്ത്രമായിരുന്നു തോമസിന്റെ സ്ഥാനാർത്ഥിത്വം. രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് ലാത്തിചാർജ് നടത്തി തല തല്ലിപ്പൊളിച്ചത് മുഖ്യ പ്രചാരണായുധമാക്കിയതോടെ തോമസ് അതിഗംഭീര രാഷ്ട്രീയ വിജയം നേടി ഈ തെരഞ്ഞെടുപ്പിൽ. ഇന്ന് കേരള നിയമസഭയിൽ MLA ആയിരിക്കുന്നു. അന്ന് തല തല്ലിപ്പൊളിക്കാൻ ഉത്തരവിട്ട പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലും. ഇതൊരു കാവ്യനീതി തന്നെയാണ്.